ഇപ്പോൾ ഇതാണ് നമ്മുടെ ടൗണല്ല വില്ലേജിൻ്റെ ടൗൺ അല്ലമ്പ്യാ. ഇതാണ് ഞങ്ങളെ മെയിൻ സർക്കിള്. നൈറ്റ് വ്യൂ ആണ്. പകലത്തെ വ്യൂ നമുക്ക് വേറെ എടുക്കാം. ഇതാണ് സർക്കിൾ. ഒരു വീഡിയോ ഇല്ല, ഓട്ടോ സ്റ്റാൻഡ് ഇല്ല, ബസ് സ്റ്റാൻഡില്ല, ഒന്നുമില്ല. ഒരു തെരുവിലായിട്ട് മാത്രമുണ്ട്. പിന്നെ അവിടെ ഒരു അമ്പലമുണ്ട്, ഒരു ഓപ്പൺ സ്റ്റേജും ഉണ്ട്. അമ്മേ അന്ന് കുടിയിരിക്കലുണ്ട്. ഇപ്പോൾ നിങ്ങൾ കലവറയിലാണ്. ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് നടക്കണ്ടോന്നൊക്കെ നോക്കണ്ടേ. അത് പറയേ നമ്മളെ പഴയ സിസ്റ്റമാണ്. പന്തല കണ്ടില്ലേ, നെയ്യ് പൊരിച്ച പന്തല് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതാണ് വില്ലേജ് ലിമിറ്റ്. പമ്പയാ നമ്മളിപ്പോ എങ്ങോട്ടാ പോണെന്ന്? നമ്മളന്ന് കുടിയിരിക്കൽ, നമുക്കൊരു കുടിയിരിക്കലുണ്ട് നമ്മളെ ഹള്ളി. നമുക്ക് അവിടെ ഒരുവിധ പരിപാടികളൊക്കെ നമുക്ക് ഉണ്ടല്ലോ. ഇപ്പൊ എല്ലാ പരിപാടികളും ഞങ്ങളെ ഒരു കാര്യപ്പെട്ട ആൾക്കാരാണ് കൊടുത്തത്. നമ്മളെ ഒഴിച്ചെത്തി ഇവിടെ ഒരു പരിപാടി രാവിലെ ഉച്ചക്ക് രാത്രി 3 നേരമാണ് ഞങ്ങൾക്ക് ക്ഷണം. ഈ ഗ്രാമത്തിലുള്ള ആൾക്കാർക്കും കൂടില്ല അത്ര ക്ഷണം. ഓർക്കൊരു നേരമുള്ളൂ, നമുക്ക് 3 നേരം ക്ഷണമുണ്ട്. അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണെ. അപ്പോൾ അവിടുത്തെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. അവിടുത്തെ സദ്യയിലാകുമ്പോൾ വെറൈറ്റി ആയിട്ടുള്ള ഫുഡുകളൊക്കെ ആയിരുന്നു. നമ്മുടെ നാച്ചുറൽ നമ്മുടെ ചിക്കൻ ബിരിയാണി, മന്തി, അൽഫാം, മീൻ ചുട്ടത് പരിപാടികളേ ഇല്ല. നല്ല സാധനങ്ങൾ, അല്ല നാച്ചുറൽ ഫുഡ്. എന്താ ഹെൽത്തി കുട്ടനാവും ഞങ്ങൾ പോയിട്ട് നമുക്ക് കാണാം. ഓക്കെ, ഞങ്ങളെ കവലയാണ് ഇത്. ഇതാണ് ഞങ്ങൾ കവല, ഗ്രാമത്തിന്റെ ഗ്രാമാന്തരീക്ഷങ്ങൾ കാണാം. ഇത് എന്താ ഞങ്ങളൊന്ന് കുടിയിരിക്കലിന് പോലെ പഴയ വീട് തന്നെ. ഏത് സെറ്റപ്പിൽ നിന്നാണ് ഒരാ സെറ്റപ്പിലേക്ക് മാറുന്നത്. ഇതാണ് പഴയ വീട്. പുതിയ വീട് നമുക്ക് കാണിച്ചു തരാം. നമ്മുടെ പുതിയ വീട് ഉസ്മാനെ നമ്മൾ പറഞ്ഞ ഫ്രണ്ട്സാണ്. തട്ടി പറ്റണേ ഉസ്മാനെ പുതിയ വീട് പാലരാച്ചത്. എവിടെയാ कैसे मनोहर ओनर हेलो ഗൈസ്, അപ്പോൾ നമ്മൾ ഓഡിറ്റോറിയത്തിലേക്ക് ഇങ്ങനെ കടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളെ ഓഡിറ്റോറിയം AMLP സ്കൂൾ ചെറുത്. നമ്മള് കലവറത്തെ ആൾക്കാരൊക്കെ ഉണ്ട്. സ്പെഷ്യൽ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകണേ. ഗൈസ്, ഇല വന്നു, വെള്ളം വന്നു. ഫുഡിനെ കുറിച്ച് എന്താ പറയാ? ടമാറ്റോ റൈസ് ആവുന്നല്ലേ? ക്ഷണിക്കാതെ വന്ന അതിഥിയാണ്. ഇപ്പൊ രാവിലത്തെ കോട്ട കഴിഞ്ഞ് ഉച്ചക്ക് ഞങ്ങള് പന്തലും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ. ഇന്ന് ജനസാഗര വലിയ പരിപാടിയാണ്. നമ്മൾ രാവിലത്തെ ഫുഡൊക്കെ കഴിച്ച് നമ്മള് ഉച്ചക്ക് ഒന്നും കൂടി വരും. ഒരു ഗ്രാമത്തിന്റെ നേർ കാഴ്ചകൾ.
അപ്പൊ നമ്മളിന്ന് മധ്യാഹ്നം ഊട്ടയ്ക്ക് പോവാണ്. മധ്യാഹ്നം ഊട്ടക്ക് പോവാണ്. പ്രത്യേക സ്ഥലമുണ്ട് നേരത്തെ പറഞ്ഞ പോലെ. ഞങ്ങൾ എന്തൊക്കെ വിഭവങ്ങളാണ് ഇവിടുത്തെ സംഭവ ബഹുലകമായ സദ്യയാണ് ഇവിടുത്തെ സദ്യകൾ. അപ്പം സദ്യൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് പോയിട്ട് കാണാം. ഒന്നും കാണില്ല. ചമ്പി ചാമ്പി ചോറിട്ട നേരം വയ്ക്കി പോയിരുന്നത് അടിക്കലോടെ. ഇത് ഈ ഒരു സിസ്റ്റത്തിനെ കുറിച്ച് എനിക്ക് എന്താ പറയണ്ടേ? ഒരാൾ ഇപ്പോൾ മലയിട്ട് ഭക്ഷണം കഴിച്ച് തുടങ്ങിയിട്ടുള്ളൂ, അന്നേരം തന്നെ ബാക്കിൽ ഇങ്ങനെ നമുക്കിത് ഫുഡിനാണെങ്കിൽ കഴിക്കാൻ പറ്റില്ല. ഇതിങ്ങനെ ബാക്കിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്യണം. നമ്മൾ ഇലട്ട് ചോറ് വന്ന് ഭക്ഷണം തുടങ്ങുന്നതിന്റെ മുന്നേ തന്നെ ബാക്കിൽ ഇങ്ങനെ വന്നിട്ട് ആൾക്കാർ വെയിറ്റ് ചെയ്യാം. സീറ്റില്ല. ഇവിടുത്തെ ഒരു സംസ്കാരം ഇങ്ങനെ ആവും തോന്നുന്നു. നേരെ നീച്ച് പോകുമ്പോ തന്നെ ഇട്ടിട്ടാണ്. നമ്പി ഇവിടെ ആണെങ്കിൽ സംസാരിക്കണം. കൊലമലാണാണ് കമ്പോ. എന്താ പാട്ടാണ് ചേ എന്തല്ലേ ഇതെന്താണോ വീട്ടിലാർക്കുണ്ട് തേനി അണ്ണനായി. ഷമീർ വെറ്റിലായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഊണ് കഴിഞ്ഞാൽ ഇതൊരു പതിവാ. ഇവിടെ ആൾക്കാർ ഫംഗ്ഷന് വന്ന വണ്ടികളുണ്ടാവും. സ്പ്ലെൻഡർ, ആക്റ്റീവ, ഷൈന്, മറ്റേ ടി വി എസിൻ്റെ. പൾസറുകളൊന്നുമില്ല. പൾസർ 220 അങ്ങനത്തെ വണ്ടികളൊന്നുമില്ല. സ്പ്ലെൻഡറാണ് കൂടുതൽ. സ്പ്ലെൻഡറാണ് കൂടുതലുള്ളത്. ഒരു കുളകെ